Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. Glass Palace, MM Road, Pilathara, Kannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനത്തിൽ നാടെങ്ങും വിപുലമായ ആഘോഷങ്ങൾ നടന്നു. വിവിധ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. ചെയർപേഴ്സൺ KV ലളിത പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാചരണ സന്ദേശം നൽകി. ഞങ്ങൾക്കു വേണം ജോലി, ഞങ്ങൾക്കു വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സമരസംഗമം നടന്നു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന സമരസംഗമം ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ ചായക്കടയുടെ മറവിൽ പാൻ മസാല കച്ചവടം നടത്തിയയാളെ വാർഡ് മെമ്പർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പയ്യന്നൂർ കാറമേലിലെ മുഹമ്മദ് അലിയാണ് തട്ടുകടയുടെ മറവിൽ പാൻ മസാല കച്ചവടം നടത്തി വന്നിരുന്നത്. KSTP റോഡിൽ ചെറുകുന്ന് താവത്ത് റോഡിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികർക്ക് പരിക്ക്. റോഡിൽ വാഴ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ KV ലളിത പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാചരണ സന്ദേശം നൽകി. പയ്യന്നൂർ നഗരസഭ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ചെയർപേഴ്സൺ KV ലളിത പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാചരണ സന്ദേശം നൽകി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, V ബാലൻ, T വിശ്വനാഥൻ, കൗൺസിലർമാരായ KK ഫൽഗുനൻ, അത്തായി പത്മിനി, K ചന്ദ്രിക, മണിയറ ചന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, എഞ്ചിനീയർ K അനീഷ്, ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഞങ്ങൾക്കു വേണം ജോലി, ഞങ്ങൾക്കു വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സമരസംഗമം നടന്നു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന സമരസംഗമം ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്കു വേണം ജോലി, ഞങ്ങൾക്കു വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ജില്ലയിലെ 18 ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സമരസംഗമം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന സമരസംഗമം ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ലളിതമായ ഒരു കൈകളിലൂടെ കടന്നുവന്നതല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യം. എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിക്കുന്ന പീഡനങ്ങൾ അവസാനിപ്പിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലെ പൗരന്മാരായി ജനങ്ങൾക്ക് പരസ്പര സാഹോദര്യത്തോടെ ജീവിക്കാൻ സാധിക്കണമെന്നാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അണിനിരന്ന ദേശസ്നേഹികൾ ആഗ്രഹിച്ചതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് EP ജയരാജൻ പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അണിനിരന്ന ഇന്ത്യയുടെ ദേശാഭിമാനികൾ അവർ ഇന്ത്യൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും അടിമത്തവും കാർഷിക മേഖലയിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, പട്ടികജാതിക്കാർ, പട്ടികവർഗ ജനവിഭാഗങ്ങൾ, പാവങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലെ പൗരന്മാരായി പരസ്പര സാഹോദര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയും എന്ന ദേശീയ നേതാക്കൾ ആഗ്രഹിച്ചു. ഷിജിൽ, CV രഹിനേജ്, VK നിഷാദ്, TCV നന്ദകുമാർ, അർജുൻ, PP അനീഷ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂരിൽ ചായക്കടയുടെ മറവിൽ പാൻ മസാല കച്ചവടം നടത്തിയ ആളെ വാർഡ് മെമ്പർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പയ്യന്നൂർ കാറമേലിലെ മുഹമ്മദ് അലിയെയാണ് തട്ടുകടയുടെ മറവിൽ പാൻ മസാല കച്ചവടം നടത്തിയതിന് പിടികൂടിയത്. ചായക്കട പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ അടുക്കളയിൽ ഒളിപ്പിച്ച നിലയിലാണ് പാൻ മസാല ശേഖരം കണ്ടെത്തിയത്. നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആഴ്ചകൾക്ക് മുൻപേ തന്നെ മുഹമ്മദ് അലിയെ താക്കീത് ചെയ്തിരുന്നു. പിന്നീടും പാൻ മസാല കച്ചവടം തുടർന്നതോടെയാണ് വാർഡ് മെമ്പർ PV സുഭാഷിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. അടുക്കളയിലെ വേസ്റ്റ് പാത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് പാൻ മസാല പാക്കറ്റുകൾ കണ്ടെത്തിയത്. മുൻപ് ചായക്കട നടത്തിയിരുന്ന സ്ഥലത്തും ഇയാൾ പാൻ മസാല കച്ചവടം നടത്തിയതോടെ കട പൂട്ടിക്കുകയായിരുന്നു. തുടർന്നാണ് കാറമേൽ പുതിയങ്കാവ് റോഡിൽ ഇയാൾ കട ആരംഭിച്ചത്. പയ്യന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ CM മഹേഷ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വാതന്ത്ര്യദിനത്തിൽ നാടെങ്ങും വിപുലമായ ആഘോഷങ്ങൾ നടന്നു. പഴയങ്ങാടിയിലെ വിവിധ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് പഴയങ്ങാടി മേഖലയിലെ സ്കൂളുകളും സ്ഥാപനങ്ങളും ആഘോഷിച്ചത്. പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂളിൽ പ്രധാന അധ്യാപിക ക്രിസ്ത്യൻ ജോൺസൺ പതാക ഉയർത്തി. കുട്ടികൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷമണിഞ്ഞാണ് സ്കൂളിൽ എത്തിയത്. PTA പ്രസിഡന്റ് രമേശൻ നാവൂരി അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പായസ വിതരണവും നടന്നു. മാടായി ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പഴയങ്ങാടി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ K. സുഹേൽ പതാക ഉയർത്തി. ഡോക്ടർ ഷീജ P, EP ഹേമചന്ദ്രൻ, KP മനോജ്, സജിത് കുമാർ U, ഹൈമ M, ഷംന പത്മം, ലിബിൻ അജയ് ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓട്ടോ തൊഴിലാളികൾ പായസ വിതരണം നടത്തി. ചെറുകുന്ന ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാരെ ആദരിച്ചു. KV വിജയൻ, സുധാകരൻ ചെറുകുന്ന, PK മുരളീധരൻ, KV ചന്ദ്രൻ, SLP കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലത്ത് ഒരാൾക്ക് തെരുവ് നായയുടെ കടിയേറ്റു. കുഞ്ഞിമംഗലം മുള്ളിക്കോട് ചാലിൽ മഹേഷിനാണ് കടിയേറ്റത്. കാലിന് കടിയേറ്റ മഹേഷ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. കുഞ്ഞിമംഗലത്ത് ഒരാൾക്ക് തെരുവ് നായയുടെ കടിയേറ്റു. കുഞ്ഞിമംഗലം മുള്ളിക്കോട് ചാലിൽ മഹേഷിനാണ് തെരുവുനായുടെ കടിയേറ്റത്. വ്യാഴാഴ്ച ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിവരവെയാണ് പാണവയലിന് സമീപത്തു നിന്നും 2 വീലറിനടുത്തേക്ക് നായ ഓടിവന്ന് മഹേഷിന്റെ കാലിൽ കടിച്ചത്. ഇടതുകാലിന്റെ 2 ഇടങ്ങളിലാണ് തെരുവുനായ കടിച്ചത്. ഞാൻ ഇന്നലെ പണിയും കഴിഞ്ഞ് വരുമ്പോൾ റോഡ് സൈഡിൽ വളയുമ്പോൾ പെട്ടെന്ന് നായ വന്ന് കടിക്കാൻ വരുന്നതാണ്. ഇങ്ങനെ ഞാനപ്പാട് വണ്ടി ചെരിഞ്ഞ് വീണുപോയി. അപ്പോൾ ഒരു സൈഡ് പിടിച്ച് കടിച്ചു. അപ്പോൾ ഞാൻ ചെരിഞ്ഞ് വീണു. എന്നെ പിടിച്ച് ഉന്തിയിട്ട് അങ്ങോട്ട് തെറിപ്പി അങ്ങ് വീണുപോയി. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി, നായി അങ്ങോട്ടേക്ക് ഓടുകയും ചെയ്തു. എത്രയുണ്ടായിട്ട് ഞാൻ എൻ്റെ പരിയാരത്ത് പോയി. ഇന്നലെ പരിയാരത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ വെച്ചു. കാലിന് പരിക്കേറ്റ മഹേഷ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. KSTP റോഡിൽ ചെറുകുന്ന താവത്ത് റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികർക്ക് പരിക്ക്. റോഡിൽ വാഴനട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുകുന്ന താവത്ത് വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് തുടങ്ങുന്നയിടത്താണ് വെള്ളക്കെട്ടുള്ളത്. റോഡിൽ വലിയ കുഴികളും രൂപപ്പെട്ടത് വാഹന കാൽനട യാത്രക്കാർക്ക് വലിയ അപകട ഭീഷണിയാണ്. മഴ ശക്തമായതോടെ വെള്ളക്കെട്ട് രൂക്ഷമായി, കുഴികൾ മനസ്സിലാകാതെയുമായി. വെള്ളിയാഴ്ച കുഴിയിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്കേറ്റു. ടയർ വാഹനത്തിൽ നിന്നും വേർപെട്ടുപോയി. വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. പ്രതിഷേധ സൂചകമായി നാട്ടുകാർ ചേർന്ന് കുഴിയിൽ വാഴ നട്ടു. താവം ബാങ്ക് ഓഡിറ്റോറിയത്തിന് സമീപം റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ കുഴിയിൽ വീണ് കഴിഞ്ഞ ദിവസം ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വെള്ളൂർ ചാമക്കാവ് ഭഗവതി ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ചാമക്കാവിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി പയ്യന്നൂർ നഗരസഭയും കേരള സ്റ്റേറ്റ് ജൈവവൈവിധ്യ ബോർഡും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. കേരള സ്റ്റേറ്റ് ജൈവവൈവിധ്യ ബോർഡ് സെക്രട്ടറി ഡോക്ടർ V. ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളൂർ ചാമക്കാവ് ഭഗവതി ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ചാമക്കാവിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കേരള സ്റ്റേറ്റ് ജൈവവൈവിധ്യ ബോർഡ് സെക്രട്ടറി ഡോക്ടർ V. ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ജൈവവൈവിധ്യ സമ്പന്നമായ ഒരു സ്ഥലത്താണ് നിങ്ങൾ പഠിക്കുന്നത്.
തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തന പഥത്തിലും അതിൻ്റെ ഒരു ഗുണമുണ്ടാവും. തീർച്ചയായും ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ കുട്ടികളെ ഞങ്ങൾ സാധാരണ പറയാറുള്ളത് ഒന്ന് പരിസ്ഥിതി ദുരന്തമാണ്. പ്രകൃതി ക്ഷോഭങ്ങൾ, പരിസ്ഥിതി ദുരന്തം. ഈ തലമുറയിലുള്ള കുട്ടികളോട് അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൊറോണയായിട്ടും വെള്ളപ്പൊക്കമായിട്ടും വരൾച്ചയായിട്ടൊക്കെ നിങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ്. പയ്യന്നൂർ നഗരസഭ BMC കൺവീനർ B വിജയൻ അധ്യക്ഷത വഹിച്ച് പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, കൌൺസിലർമാരായ T ദാക്ഷായണി, KK ഫൽഗുനൻ, E ഭാസ്കരൻ, E കരുണാകരൻ, ചാമക്കാവ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ PK രമേശൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ കൃഷ്ണവർമ്മ രാജ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ MB, വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K ജയചന്ദ്രൻ, ഹെഡ് മിസ്റ്റേഴ്സ് C സരള തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള കാവിന് 8.5 ഏക്കർ വിസ്തൃതിയുണ്ട്. വെള്ളൂർ ഗ്രാമത്തിന്റെ ഭൂഗർഭജല നിരപ്പ് നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഈ കാവ്. മരങ്ങളും പൂച്ചെടികളും പക്ഷികളും മൃഗങ്ങളും പൂമ്പാറ്റകളും സൂക്ഷ്മജീവികളും കൊണ്ട് സമ്പന്നമാണ് ചാമക്കാവ്. കാവിന്റെ നിലവിലുള്ള ജൈവവൈവിധ്യം നിലനിർത്തിക്കൊണ്ട് കാവിന്റെ പൈതൃകം വിളിച്ചോതുന്ന തരത്തിലുള്ള പദ്ധതികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. ജൈവവേലി നിർമ്മാണം, ഔഷധ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കൽ, ബോധവൽക്കരണ ബോർഡ് സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ സഹകരണത്തോടെ 5 ലക്ഷം രൂപ ചെലവിലാണ് ജൈവവൈവിധ്യത്തിന്റെ കലവറയായ വെള്ളൂർ ചാമക്കാവിന്റെ സംരക്ഷണത്തിന് പദ്ധതി തയ്യാറാക്കിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മാനേജിംഗ് ഡയറക്ടർ VV മനോജ് കുമാർ പതാക ഉയർത്തി. ചാനൽ ഡയറക്ടർമാരും ജീവനക്കാരും പങ്കെടുത്തു. 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. മാനേജിംഗ് ഡയറക്ടർ VV മനോജ് കുമാർ പതാക ഉയർത്തി. ചാനൽ ഡയറക്ടർമാരും ജീവനക്കാരും പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 79ാം സ്വാതന്ത്ര്യദിനാഘോഷവും പതാക ഉയർത്തലും പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. പരിപാടി DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 79ാം സ്വാതന്ത്ര്യദിനാഘോഷവും പതാക ഉയർത്തലും പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജന്റെ അധ്യക്ഷതയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, അത്തായി പത്മിനി, EP ശ്യാമള, KK ഫൽഗുനൻ, KP മോഹനൻ, VM പീതാംബരൻ, ME ദാമോദരൻ നമ്പൂതിരി, പിലാക്കൽ അശോകൻ, N ഗംഗാധരൻ, KV ഭാസ്കരൻ, P തമ്പാൻ, PT അനിൽകുമാർ, അർഷാദ് കവ്വായി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 79ാം സ്വാതന്ത്ര്യദിനാഘോഷം ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കുവാനും ഓപ്പറേഷൻ സിന്ദൂർ സൈനികർക്ക് ആദരം അർപ്പിക്കുവാനും നാവികസേന ബാൻഡ് ഒരുക്കിയ നേവൽ ബാൻഡ് പെർഫോമൻസ് ശ്രദ്ധേയമായി. പയ്യന്നൂർ ഷേണായി ടൗൺ സ്ക്വയറിലാണ് പൊതുജനങ്ങൾക്കായി പരിപാടി സംഘടിപ്പിച്ചത്. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കുവാനും ഓപ്പറേഷൻ സിന്ദൂർ സൈനികർക്ക് ആദരമർപ്പിക്കുവാനും നാവിക അക്കാദമിയിലെ നാവികസേന ബാൻഡ് ഒരുക്കിയ നേവൽ ബാൻഡ് പെർഫോമൻസ് പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ചു. നാവികസേന ദേശസുരക്ഷയ്ക്കായി എന്നും എപ്പോഴും തയ്യാറാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഗാനങ്ങളുടെ അവതരണമാണ് നടന്നത്. നാവികസേന സൈനിക മ്യൂസിഷ്യന്മാരായ PK ബിശ്വാസ്, അരുൾ ആരോഗ്യരാജ് എന്നിവർ നേതൃത്വം നൽകി. സിവിലിയൻ സയന്റിഫിക് ഉദ്യോഗസ്ഥരായ ശ്രീകാന്ത് TR, ഋതുൽ മോഹൻ എന്നിവരുടെ അവതരണം പരിപാടിയുടെ മാറ്റുകൂട്ടി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU മാതമംഗലം ഡിവിഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ മാതമംഗലം ഡിവിഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ നിർവഹിച്ചു. രാഷ്ട്രീയമായ ചർച്ചകൾ നടത്താൻ, മറ്റെന്തെങ്കിലും ആശയവിനിമയങ്ങൾ നടത്തേണ്ടതുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ, അവിടെ വിശ്രമ കേന്ദ്രമായി ഉപയോഗിക്കാൻ എല്ലാം പറ്റുന്ന ഭാഗത്തിൽ യൂണിയൻ ഓഫീസുകൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ നിലയിലും ഉത്തരവാദിത്ത ബോധത്തോടെയും ഈ ഓഫീസ് നിങ്ങൾ പരിപാലിക്കുമെന്ന വിശ്വാസം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുകയാണ്. തൊഴിലാളികൾ പണിയെടുക്കുന്നവർ വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണ്.
ചുമട്ടുതൊഴിലാളികൾക്ക് വേണ്ടി ഒരു നിയമം കേരളത്തിൽ ചുമട്ടുതൊഴിലാളി നിയമം വരുന്നത് 1978-ലാണ്. പിന്നീട് സഹസന്ദർഭങ്ങളിൽ അത് ഭേദഗതി ചെയ്തിരിക്കുന്നു. പി വി ശങ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കെ എം ഷാജി, എം പ്രകാശൻ, കെ വി ഗോവിന്ദൻ, കെ വി ഗോപിനാഥൻ, ടി തമ്പാൻ മാസ്റ്റർ, കെ സരിത, പി ഗംഗാധരൻ, എം വിജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. 3 വർഷം മുൻപേ പുറത്തിറക്കിയ സ്വാതന്ത്ര്യദിന ഗാനം ഇന്നും കേരളമെങ്ങും അലയടിക്കുന്ന വാർത്തയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. മമഭാരതം എന്ന സ്വാതന്ത്ര്യദിന ഗാനം കലോത്സവങ്ങളിലും സ്കൂളുകളിലും പാടിപ്പകർന്ന ഗാനമായി മാറിക്കഴിഞ്ഞു ഇതിനകം. നാടിന്നുണരുന്നു, ജയഗീതം പടരുന്നു, സ്വാതന്ത്ര്യപ്പുലരി പുതുജീവൻ പകരുന്നു. ജനഹൃദയങ്ങൾ നെഞ്ചേറ്റിയ മമഭാരതം എന്ന സ്വാതന്ത്ര്യദിന ഗാനം ഇതിനകം സോഷ്യൽ മീഡിയയിലൂടെ 1 മില്യൺ ആൾക്കാർ കണ്ടുകഴിഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഏറെ പ്രിയങ്കരമായ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കലേഷ് കരുണാകരനും സമതും ചേർന്നാണ്. ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാമൊന്നാണ് എല്ലാരും, നമ്മളൊന്നെന്ന വാക്കാണ് ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു. ഷിജു ആർ കാനായിയുടെ ലളിതവും ദേശസ്നേഹം തുളുമ്പുന്നതുമായ വരികൾക്ക് ആവേശനിർഭരമായ ഈണം പകർന്നിരിക്കുന്നത് വിനിയാണ്. 3 വർഷം മുൻപേ പുറത്തിറക്കിയ ഈ സ്വാതന്ത്ര്യദിന ഗാനം ഈ സ്വാതന്ത്ര്യദിനത്തിലും കേരളമെങ്ങും അലയടിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ത്യാഗനിർഭരം വീർചരിതം, പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നുപോയതീ സ്വാതന്ത്ര്യം. നോവു ചിങ്ങുമീ പോർചരിതം, ത്യാഗനിർഭരം വീർചരിതം, പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നുപോയതീ സ്വാതന്ത്ര്യം. വന്ദേ മാതരം, വന്ദേ മാതരം, നമ്മൾ മാതരാക്കാനേ ഭാരതാംബയ്ക്ക് പ്രിയമേറെ വാങ്ങരക്ഷിച്ചു മുന്നേറാമൊന്നാണ് എല്ലാരും. ചീമേനിയിലെ സൗരോർജ്ജ പ്ലാന്റിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. ചീമേനിയിലെ 100 മെഗാവാട്ട് സൗരോർജ്ജ പ്ലാന്റിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. സൗരോർജ്ജ ഉൽപാദനം വർദ്ധിപ്പിച്ച് വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് മുൻഗണന നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കാസർഗോഡ് സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. വൈദ്യുതി ഉൽപാദന വിതരണ മേഖലയിൽ ജനങ്ങൾക്ക് വലിയ ബാധ്യതയും പ്രയാസങ്ങളും ഇല്ലാതെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചീമേനി പോത്താംകണ്ടത്തെ അരിയിട്ടപ്പാറയിലാണ് നിർദ്ദിഷ്ട സൗരോർജ്ജ പ്ലാന്റിനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പെരിങ്ങോം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിൽ വിവിധ കലാപരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം രജനി മോഹൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പെരിങ്ങോം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം രജനി മോഹൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ രാമേന്ദ്രകുമാർ ദീക്ഷിത് നിർവഹിച്ചു. പുതുമയും ലക്ഷ്യബോധവും നൽകുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഊർജ്ജസ്വലരായ പുതുതലമുറയെ വാർത്തെടുക്കുവാൻ ഏറെ സഹായിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. All countrymen salutes our freedom fighters, revolutionaries, and remember their contribution for our freedoms. തുടർന്ന് വിദ്യാർത്ഥികളുടെ ദേശഭക്തിഗാന മത്സരം, പ്രസംഗം, നൃത്താവിഷ്കാരം, സ്കിറ്റ്, ക്വിസ് മത്സരം തുടങ്ങിയവയും നടന്നു. അധ്യാപകരും രക്ഷിതാക്കളും PTA ഭാരവാഹികളും പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും രാമന്തളി ചിദംബരനാഥ UP സ്കൂൾ സ്ഥാപകനുമായിരുന്ന CH ഗോവിന്ദൻ നമ്പ്യാരുടെ പ്രതിമ ചിദംബരനാഥ UP സ്കൂളിൽ അനാച്ഛാദനം ചെയ്തു. പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ അനാച്ഛാദനം നിർവഹിച്ചു.
സ്വാതന്ത്ര്യസമര സേനാനിയും ചിദംബരനാഥ UP സ്കൂൾ സ്ഥാപകനും രാമന്തളി പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റുമായിരുന്ന CH ഗോവിന്ദൻ നമ്പ്യാരുടെ സ്മരണ നിലനിർത്തുന്നതിനായി അദ്ദേഹത്തിന്റെ അർദ്ധകായ പ്രതിമ ചിദംബരനാഥ UP സ്കൂളിൽ അനാച്ഛാദനം ചെയ്തു. പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ പ്രതിമ അനാച്ഛാദനം നിർവഹിച്ചു. പഴയ രാമന്തളിയല്ല അങ്ങനെ പഴയ ചുറ്റുപാടും പഴയ വലിയ പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യം പറയും CH ഗോവിന്ദൻ നമ്പ്യാരെ വിസ്മരിക്കുന്നത് എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ സ്കൂളിന്റെ സ്ഥാപകൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സുരേഷ് EV ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠൻ, ചിദംബരനാഥ UP സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് KK ശ്രീധരൻ, K ചന്ദ്രൻ, K ജയരാജൻ, സുബിൻ ബാലകൃഷ്ണൻ, രാജേഷ് കുമാർ M തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിരമിച്ച അതിർത്തി സംരക്ഷണ സേന അംഗങ്ങളുടെ സംഘടനയായ ex-BSF പേഴ്സണൽ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അസോസിയേഷന്റെ പിലാത്രയിലുള്ള ഓഫീസിൽ സ്വാതന്ത്ര്യദിനാഘോഷവും പതാക ഉയർത്തലും നടന്നു. വിരമിച്ച അതിർത്തി സംരക്ഷണ സേന അംഗങ്ങളുടെ സംഘടനയായ ex-BSF പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. അസോസിയേഷന്റെ പിലാത്രയിലുള്ള ഓഫീസിൽ പതാക ഉയർത്തി. മൗനപ്രാർത്ഥനയോടുകൂടിയാണ് യോഗം ആരംഭിച്ചത്. രക്ഷാധികാരി OG നമ്പ്യാർ യോഗം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി M അശോകൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് V ശിവദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ശത്രുരാജ്യത്തോട് പൊരുതി രാജ്യത്തിന്റെ അഭിനന്ദനം നേടിയ ധീര BSF സൈനികരെ ചടങ്ങിൽ അനുമോദിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ പോരാട്ടത്തിനിടെ വീരമൃത്യു വരിച്ച 3 BSF സൈനികർക്ക് യോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിരമിച്ച ശേഷം മരണമടഞ്ഞ അസോസിയേഷൻ മെമ്പർമാർക്കും യോഗത്തിൽ വെച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ട്രഷറർ മനോഹരൻ നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് മധുരവിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കൊഴുമ്മൽ പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ പതാക ഉയർത്തി. കൊഴുമ്മൽ പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ പതാക ഉയർത്തി പ്രഭാഷണം നടത്തി. MV രാധാകൃഷ്ണൻ മാസ്റ്റർ, K സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. BJP കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ത്രിവർണ സ്വാഭിമാൻ യാത്ര സംഘടിപ്പിച്ചു. കാങ്കോൽ ടൗണിൽ നിന്ന് കുണ്ടേംകോവലിലേക്കാണ് യാത്ര നടത്തിയത്. BJP കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ത്രിവർണ സ്വാഭിമാൻ യാത്ര സംഘടിപ്പിച്ചു. കാങ്കോൽ ടൗണിൽ വെച്ച് BJP കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ കാളീശ്വരം, BJP കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് E പ്രദീപന് ദേശീയ പതാക കൈമാറി പദയാത്ര ഉദ്ഘാടനം ചെയ്തു. BJP പെരിങ്ങോം മണ്ഡലം ഇൻചാർജ് K സുനിൽകുമാർ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് K, മണ്ഡലം വൈസ് പ്രസിഡന്റ് രജനി സദാശിവൻ, ശ്രീകാന്ത് VV എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. പദയാത്ര കുണ്ടയംകോവിലിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കാലിത്തീറ്റ വിതരണോദ്ഘാടനം നെടുമ്പ ക്ഷീരസംഘം ഓഫീസ് പരിസരത്ത് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം നിർവഹിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ പദ്ധതി വിതരണോദ്ഘാടനം നെടുമ്പ ക്ഷീരസംഘം ഓഫീസ് പരിസരത്ത് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ചും ക്ഷീരമേഖലയിൽ പദ്ധതി പണം വകവെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തും ഏതാണ്ട് ചേർത്ത് പിടിക്കുന്നതിനുള്ള പദ്ധതികൾ ഏൽപ്പിച്ചിട്ടുണ്ട്.
തീർച്ചയായിട്ടും നിങ്ങൾ ചേർത്ത് പിടിക്കുന്നതെന്ന് ഞാൻ കൂടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കൃഷിക്കാർ പ്രത്യേകിച്ചും ക്ഷീരമേഖലയിൽ നമുക്ക് ഇന്ന് ലാഭകരമല്ല. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ അധ്യക്ഷനായി. സുമേഷ് M, രമ്യ K, നജീബ് TS, സുജാത MV, സുകുമാരൻ K, TP അബ്ദുൾ സലാം, അജിത K തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വ്യാപാരി വ്യവസായി സമിതി കാങ്കോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കാങ്കോൾ ടൗണിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് P. വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കാങ്കോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും അനുമോദനവും നടത്തി. കാങ്കോൾ K. രാജൻ സ്ക്വയറിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് P. വിജയൻ നിർവഹിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി കഴിഞ്ഞാൽ ഓരോ ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 5-10 ജീവനക്കാരുള്ള ഓഫീസുകളിൽ 1-2 ആളുകൾ കള്ളനാണയങ്ങളായിട്ടുണ്ടാകാം. എന്താണ്, വ്യാപാരികളുടെ ആയാലും സാധാരണക്കാരായാലും അവരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി തയ്യാറാകാതെ മുഖത്ത് നോക്കി വർത്താനം പറയാത്ത ആളുകളില്ല ഒരു ഓഫീസുകൾ ചിലതെല്ലാം ഉണ്ടാകും. ഞാൻ എല്ലാവരെയും അല്ല പറഞ്ഞത്, അങ്ങനെയുള്ള ആളുകൾ തിരുത്തി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. അതുപോലുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നു വരുന്നത്, നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. സാധാരണക്കാരായിട്ട് ആളുകളെ സഹായിക്കാനുള്ള സന്മനസ് സേവകരായിട്ട് മാറാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കണം. KV മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. PV ഗോപി, KV പവിത്രൻ, V രതീഷ്, VM രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷവും എൻഡോമെന്റ് വിതരണവും നടന്നു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ശശീന്ദ്രൻ ഉദ്ഘാടനവും എൻഡോമെന്റ് വിതരണവും നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷവും എൻഡോമെന്റ് വിതരണവും നടന്നു. ഹെഡ്മാസ്റ്റർ MV വിനോദ് കുമാർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. SMC ചെയർമാൻ M. സത്യൻ, ആര്യ ഷാജി എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ശോഭ അധ്യക്ഷത വഹിച്ചു. LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV ദീപു അനുമോദിച്ചു. ഓഫീസ് അസിസ്റ്റന്റ് MB രാജേഷ് വരച്ച ആധുനിക കവിത്രയങ്ങളുടെ ഛായാചിത്രത്തിന്റെ അനാച്ഛാദനം മുൻ പ്രധാനാധ്യാപകൻ KP മുഹമ്മദ് അലി മാസ്റ്റർ നിർവഹിച്ചു. SMC ചെയർമാൻ M. സത്യൻ, CN ശ്രീധന്യ, M. സുമേഷ്, TP മധുസൂദനൻ, KP മുഹമ്മദ് അലി മാസ്റ്റർ, സൗമ്യ T, KM ഷർമിള തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കോറോം പ്രിയദർശിനി കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. K. ശ്രീനിവാസൻ സ്വാതന്ത്ര്യ സ്മൃതിഭാഷണം നടത്തി. കോറോം പ്രിയദർശിനി കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം അഡ്വക്കേറ്റ് മുരളി പള്ളത്തിന്റെ അധ്യക്ഷതയിൽ നടന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ജീർണശിഖരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബഹദൂർ ഷായെ 1857 ശിപായി ലഹള എന്ന് പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ തടങ്കിലാക്കുകയും റങ്കൂണിലേക്ക് നാട് കടത്തുകയും ചെയ്തു. ജനിച്ച നാടിൽ ഒരു 6 അടി മണ്ണിന് ശവസംസ്കാരം നടത്താൻ പോലും അവകാശമില്ലാതെ, അതിന് അനുവാദമില്ലാതെ ഒരു മനുഷ്യന്റെ ദാരുണ രംഗത്തിന് അന്ന് ഭാരതം സാക്ഷ്യം വഹിക്കുകയും. K. ശ്രീനിവാസൻ സ്വാതന്ത്ര്യ സ്മൃതിഭാഷണം നടത്തി. കണ്ണൂർ യൂണിവേഴ്സിറ്റി MSc ഫിസിക്സ് പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ K. കീർത്തനയെ ചടങ്ങിൽ അനുമോദിച്ചു. ശങ്കരൻ മണിയറ, PV വിജയൻ മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ, അനിത രമേശൻ, KP സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുവത്തൂർ ഉപജില്ലാ ശാസ്ത്രമേള സെപ്റ്റംബർ അവസാന വാരം ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. മനു ഉദ്ഘാടനം ചെയ്തു.
ചെറുവത്തൂർ ഉപജില്ലാ ശാസ്ത്രമേള സെപ്റ്റംബർ അവസാന വാരത്തിൽ ഇളമ്പച്ചി ഗുരു ചന്ദ് പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ഉദ്ഘാടനം ചെയ്തു. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചും അധ്യാപകരെ സംബന്ധിച്ചും വളരെ തിരക്കിട്ട ദിവസങ്ങളാണ്. പഠനത്തോടൊപ്പം തന്നെ ഇത്തരം മേളകളും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കുകയും നമ്മുടെ കുട്ടികളെ മാതൃകാപരമായ ഒരു ശിക്ഷണത്തിലൂടെ പൊതുസമൂഹത്തിലേക്ക് വാർത്തെടുക്കുന്ന ഒരു സംവിധാനമാണ് ഇത്തരം മേളകൾ. അതിന് പ്രവൃത്തി പരിചയ മേളയും ഗണിതശാസ്ത്രമേള, IT മേള, അതോടൊപ്പം തന്നെ ശാസ്ത്രമേള അടക്കം വിവിധ മേളകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ശാസ്ത്രമേളകൾ നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം KNV ഭാർഗവി അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ AEO രമേശൻ പുന്നത്തിരിയൻ, PTA പ്രസിഡന്റ് TV വിനോദ് കുമാർ, SMC ചെയർമാൻ P അനിൽകുമാർ, വികസന സമിതി ചെയർമാൻ K രവി, മദർ PTA പ്രസിഡന്റ് പ്രസൂണ പത്മനാഭൻ, PTA വൈസ് പ്രസിഡന്റ് MV യൂസഫ് അലി, സ്റ്റാഫ് സെക്രട്ടറി രമേശൻ C എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ചെയർമാനായും PTA പ്രസിഡന്റ് TV വിനോദ് കുമാർ വർക്കിംഗ് ചെയർമാനായും സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീജ ശ്രീറാം കൺവീനറും AEO രമേശൻ പുന്നിതിരിയൻ ട്രഷററുമായ കമ്മിറ്റിക്ക് രൂപം നൽകി. പ്രിൻസിപ്പാൾ ശ്രീജ ശ്രീറാം സ്വാഗതവും റീന KT നന്ദിയും പറഞ്ഞു. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രശാന്ത് കോറോം നയിച്ച സ്വാതന്ത്ര്യ സന്ദേശ പദയാത്ര കൂർക്കരയിൽ സമാപിച്ചു. കോറോം നോർത്തിൽ DCC ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രശാന്ത് കോറോം നയിച്ച സ്വാതന്ത്ര്യ സന്ദേശ പദയാത്ര കോറോം നോർത്തിൽ DCC ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ ജനാധിപത്യ വിരുദ്ധ കള്ളവോട്ട് ചേർക്കുന്ന ഇരട്ട വോട്ട് ചെയ്യുന്ന സമീപനങ്ങൾക്കെതിരെ ഉരിയാടാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്കൊന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ. ഈ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ പകരം കടന്നു വരുന്നത് ഫാസിസവും ഏകാധിപത്യവുമാണ്. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ പതാക കൈമാറി. K ജയരാജ്, KT ഹരീഷ്, EP ശ്യാമള, അഡ്വക്കേറ്റ് മുരളി പള്ളത്ത്, MV ഉണ്ണികൃഷ്ണൻ, KV മോഹനൻ, പുഷ്പ തറമ്മൽ, രമേശൻ കച്ചേരി, ലതാ നാരായണൻ, PP പത്മനാഭൻ കാനായി, അബ്ബാസ് കാനായി തുടങ്ങിയവർ നേതൃത്വം നൽകി. പദയാത്ര കൂർക്കരയിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സോൾജേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ഉളിയത്തുകടവ് ചരിത്ര സ്മാരകം ശുചീകരിച്ചു. ക്ലബ്ബ് മെമ്പർമാരുടെയും കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെയും നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. പയ്യന്നൂർ സോൾജേഴ്സ് ക്ലബ്ബ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്രമുറങ്ങുന്ന ഉളിയത്തുകടവ് ചരിത്ര സ്മാരകം ശുചീകരിച്ചു. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെയും സഹകരണത്തോടുകൂടിയാണ് ശുചീകരണം നടത്തിയത്. പരിപാടിയുടെ ഭാഗമായി പുതുതലമുറയുടെ പ്രതീകമായ SPC കേഡറ്റുകൾക്ക് സ്വാതന്ത്ര്യദിന പ്രാധാന്യം, പുതുതലമുറയെ ലഹരി വിമുക്തമാക്കേണ്ട ആവശ്യകത, ഉളിയത്തുകടവിന്റെ ചരിത്ര പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി പയ്യന്നൂർ DYSPയുമായി മുഖാമുഖം നടത്തി. ക്ലബ്ബ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പായസ വിതരണവും നടന്നു. ക്ലബ്ബ് സെക്രട്ടറി സജിൻ മാതമംഗലം, സജീവ് പരിയാരം, പ്രസാദ് മുതിയലം, മനോജ് കണ്ണാടിപ്പറമ്പ്, രാകേഷ് കാനായി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തളിപ്പറമ്പ് 7-ാം മൈലിൽ CRPF പെൻഷനേഴ്സ് ഫോറം ഓഫീസ് പരിസരത്ത് സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. റിട്ടയർഡ് കമാൻഡിംഗ് ഓഫീസർ M കരുണാകരൻ നമ്പ്യാർ പതാക ഉയർത്തി. CRPF പെൻഷനേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. റിട്ടയർഡ് കമാൻഡിംഗ് ഓഫീസർ M കരുണാകരൻ നമ്പ്യാർ പതാക ഉയർത്തി. റിട്ടയർഡ് CRPF ഓഫീസർമാരും ജവാന്മാരും പങ്കെടുത്തു. M കരുണാകരൻ, റിട്ടയർഡ് കമാൻഡന്റ് പ്രസിഡന്റ് PT കുഞ്ഞികൃഷ്ണൻ, സെക്രട്ടറി ഗോപിനാഥൻ MK എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പയ്യന്നൂർ പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂളിൽ സ്കൂൾ വാഹന ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ഷാൻഡി ഫിലിപ്പ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പയ്യന്നൂർ പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവരുന്ന ഡ്രൈവർമാർക്ക് പയ്യന്നൂർ പോലീസിന്റെ സഹായത്തോടെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 32 വർഷത്തിലധികമായി സ്കൂളിലെ കുരുന്നുകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കിയ ബാലകൃഷ്ണനെ സ്കൂൾ അധികൃതരും മറ്റ് ഡ്രൈവർമാരും ആദരിച്ചു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഷാൻഡി ഫിലിപ്പ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു.
ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് പയ്യന്നൂർ ASI സ്വപ്ന NB നയിച്ചു. യോഗത്തിൽ സിസ്റ്റർ ജൂലി മായ, സീനിയർ അധ്യാപിക CP മോളി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാതന്ത്ര്യദിനത്തിൽ നാടെങ്ങും വിപുലമായ ആഘോഷങ്ങൾ നടന്നു. വിവിധ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. ചെയർപേഴ്സൺ KV ലളിത പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാചരണ സന്ദേശം നൽകി. ഞങ്ങൾക്കു വേണം ജോലി, ഞങ്ങൾക്കു വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി DYFIയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സമരസംഗമം നടന്നു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന സമരസംഗമം DYFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ ചായക്കടയുടെ മറവിൽ പാൻ മസാല കച്ചവടം നടത്തിയയാളെ വാർഡ് മെമ്പർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പയ്യന്നൂർ കാറമേലിലെ മുഹമ്മദ് അലിയാണ് തട്ടുകടയുടെ മറവിൽ പാൻ മസാല കച്ചവടം നടത്തി വന്നിരുന്നത്. KSTP റോഡിൽ ചെറുകുന്ന് താവത്ത് റോഡിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികർക്ക് പരിക്ക്. റോഡിൽ വാഴ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.